ഹലോ നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ സയൻസസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇൻ ദ യൂണിവേഴ്സ് റിട്ടൺ ബൈ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി നമുക്കിതിൻ്റെ സ്പീച്ചുകളും കാര്യങ്ങളും അതേപോലെ ഒറിജിനൽ ട്രാൻസ്ക്രിപ്റ്റും കിട്ടാനൊക്കെയുള്ള QR കോഡൊക്കെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ലിസൺ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് ഔട്ട്ലൈൻ ഓഫ് ദ ടോക്കാണ്. ആ ഒരു ടോക്കിൻ്റെ ഒരു മെയിൻ പോയിന്റ്സ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സെക്ഷനാണ് നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി അതിനകത്ത് നമുക്ക് വേണ്ട എല്ലാ പോയിന്റ്സും ഉണ്ട്, മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ജസ്റ്റ് നമുക്ക് കുറച്ചുകൂടി പോയിന്റ്സ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂലൊക്കെ നോക്കുന്ന സമയത്ത് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫുൾ ടെക്സ്റ്റ് നിങ്ങളൊന്ന് വായിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ മൊത്തത്തിലുള്ള എന്താണ് കാര്യങ്ങൾ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കാം. സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് എ പ്രോമിനൻറ്റ് തിയററ്റിക്കൽ ഫിസിസിസ്റ്റ്, കോസ്മോളജിസ്റ്റ് ആൻഡ് ഓതർ. അപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. എന്താ വെച്ചാൽ നമ്മൾ +2 സിലബസിലൊക്കെ എനിക്ക് തോന്നുന്നു സ്കൂളിൽ ഏതൊക്കെയൊക്കെയോ ഇയറിലൊക്കെ നമുക്ക് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് അറിയാത്തവരായിട്ടൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും അദ്ദേഹം ഒരു തിയററ്റിക്കൽ ഫിസിസിസ്റ്റ് ആണ്, അതേപോലെ തന്നെ കോസ്മോളജിസ്റ്റ് ആണ്, ഓഥറാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളൊരു മഹാനായ വ്യക്തി തന്നെയാണ് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്. Hawking was diagnosed with a nervous system disease called amyotrophic lateral sclerosis when he was 21 years age. അപ്പോൾ 21 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിന് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ് എന്ന് പറയുന്ന ഒരു നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു അസുഖം അദ്ദേഹത്തിന് എന്താ പറയുക കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയുണ്ടായി. ഈവൻ വെൻ ഹി വാസ് ഗിവൺ ഓൺലി എ ഫ്യൂ ഇയേഴ്സ് ടു ലിവ്, ഹോക്കിംഗ് ഓവർകെയിം ദ ചാലഞ്ചസ് ആൻഡ് ഹിസ് ഡിറ്റർമിനേഷൻ ടു ലിവ് എ ഫുൾ ലൈഫ് റിമെയിൻഡ് അൺഷേക്കൺ. അപ്പം അന്ന് ആ രോഗം ഡയഗ്നൈസ് ചെയ്ത സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അധികം കാലമൊന്നും ജീവിക്കില്ല, പെട്ടെന്ന് തന്നെ മരിച്ചു പോകുമെന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും അദ്ദേഹം ആ ഒരു സിറ്റുവേഷൻ അത്രയും വേഴ്സ്റ്റ് ആയ ഒരു കണ്ടീഷനിൽ നിന്നും അദ്ദേഹം അതൊക്കെ തരണം ചെയ്ത് വീണ്ടും ഒരുപാട് കാലം ജീവിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള എന്താ പറയുക ഇൻവെൻഷൻസിലേക്ക് എത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിസ് സ്റ്റഡീസ് ഓൺ ബ്ലാക്ക് ഹോൾ ആൻഡ് ഒറിജിൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് യൂണിവേഴ്സ് ഹാവ് പാരമൗണ്ട് സിഗ്നിഫിക്കൻസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ബ്ലാക്ക് ഹോൾസിനെ കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങളും അതേപോലെ തന്നെ യൂണിവേഴ്സിൻ്റെ സ്ട്രക്ചറിനെയും ഒറിജിനെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ. ബിസൈഡ്സ് മേക്കിംഗ് റിമാർക്കബിൾ സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ്സ്, ഹോക്കിംഗ് ഓൾസോ പൊസസ്ഡ് എ നോട്ടബിൾ ടാലൻറ്റ് ഫോർ കൺവേയിങ് കോംപ്ലക്സ് സയൻറ്റിഫിക് കോൺസെപ്റ്റ്സ് വിത്ത് ക്ലാരിറ്റി. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പുതിയത് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പൊതുവെ അറിയാം സയൻറ്റിഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാക്കിയിട്ട് അല്ലെങ്കിൽ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഐഡിയ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിഗതമായ ഒരു മുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഇൻ ദി യൂണിവേഴ്സിൻ്റെ ഔട്ട്ലൈൻ ഓഫ് ദ ടോക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഔട്ട്ലൈനാണ് നമുക്കിത് പഠിക്കാനുള്ള. ഈ ഒരു സെക്ഷൻ വളരെ നല്ല രീതിക്ക് തന്നെ പഠിച്ചു വയ്ക്കുക. കാരണം ആ ഒരു ഹോൾ സ്പീക്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്പീച്ചിൻ്റെ അല്ലാതെ ടോക്കിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൻ പോയിന്റ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ജിസ്റ്റാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലോട്ട് പോവാം. In the TED Talk titled Questioning the Universe, Stephen Hawking explores the universe's most fundamental questions on the origin and nature of the universe and the possibility of the presence of extraterrestrial life. അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മെയിനായിട്ടും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഒന്നായിട്ടുള്ള നമ്മുടെ നേച്ചറിൻ്റെ അല്ലെങ്കിൽ അതേപോലെ തന്നെ യൂണിവേഴ്സിൻ്റെ ആ ഒരു ഒറിജിൻ എന്താണ്, അതായത് എവിടെ നിന്നാണ് അത് ഉത്ഭവം, എന്തിൽ നിന്നാണ് നമ്മുടെ യൂണിവേഴ്സ് പ്രപഞ്ചം ഉള്ളത്, അതേപോലെ തന്നെ അതിൻ്റെ ഒരു സ്വഭാവം എന്താണ്, നമ്മുടെ പ്രപഞ്ചം ഏത് രീതിക്കാണ് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു തുടക്കം എന്താണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ, അല്ലെങ്കിൽ ഇനി അതിൻ്റെ അവസ്ഥ എന്താവും എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുക എന്നത് അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം ആയിരുന്നു. അതേപോലെ തന്നെ എന്താണ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് അന്യഗ്രഹ ജീവിതം അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളെ കുറിച്ച് അല്ലെങ്കിൽ ഭൂമിക്ക് പുറത്ത് ജീവൻ ഉണ്ടോ, ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് അതിന് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കൂടെ അദ്ദേഹം എയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ ഡെലിബറേഷൻസ് മെയ്ഡ് ബൈ ഹിം റീഡിഫൈൻ അവർ നോഷൻസ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ആൻഡ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ യൂണിവേഴ്സ്. അപ്പോൾ ഇതിൽ കൂടെ എന്താണ് സംഭവിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ചോദ്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത് എന്താണ്, റീഡിഫൈൻ അവർ നോഷൻസ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ആൻഡ് അവർ
അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി യൂണിവേഴ്സ്. നമുക്ക് ഓൾറെഡി എന്തുണ്ടായിരുന്നു, പ്രപഞ്ചത്തിനെ കുറിച്ചും അതേപോലെ തന്നെ മനുഷ്യൻ്റെ നിലനിൽപ്പിനെ കുറിച്ചൊക്കെ ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് അതിനെയൊക്കെയും റീഡിഫൈൻ ചെയ്തുകൊണ്ട് പുതിയ പല കണ്ടുപിടുത്തങ്ങളും കൊണ്ടുവരികയാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള എന്താ പറയുക പുതിയ ഇൻവെൻഷൻസിന് തൊട്ട് മുന്നേ വരെയും നമ്മുടെ ചിന്താഗതികൾ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾ പലതും ആയിരുന്നു. അതായത് യൂണിവേഴ്സിനെ കുറിച്ചാണെങ്കിലും മനുഷ്യന്മാരുടെ ഒരു ഉൽപ്പത്തിനെ കുറിച്ചിട്ടാണെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെയും ഒരുപാട് ധാരണകൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അതിനെയൊക്കെ മാറ്റിക്കുറിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്നാണ് പറയുന്നത്. The talk sheds light on our ability to utilize our cognition to explore the profound questions about our existence, our planet and the cosmos. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടോക്ക് എന്തിലേക്കാണ് വെളിച്ചം വീശുന്നത്, അതായത് നമുക്ക് മനുഷ്യന്മാർക്ക് തന്നെ സ്വന്തമായിട്ടൊരു എബിലിറ്റി ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഉള്ളിലുള്ള ഇത്തരത്തിലുള്ള ഡീപ്പായി കിടക്കുന്ന ക്വസ്റ്റ്യൻസ് അവ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ നിലനിൽപ്പിനെ കുറിച്ചും അതേപോലെ നമ്മുടെ പ്ലാനറ്റിനെ കുറിച്ച്, നമ്മുടെ കോസ്മോസിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെയും കണ്ടുപിടിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് നമ്മുടെ കൊഗ്നിഷനിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ബുദ്ധിശക്തി കൊണ്ട് തന്നെ നമുക്ക് എന്തിനു സാധിക്കും? ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. Our thoughts and observations help us answer the mysteries around the birth of stars and galaxies. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ഒബ്സർവേഷൻസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സഹായിക്കും. അതായത് ഇത്തരത്തിലുള്ള ബർത്ത് ഓഫ് സ്റ്റാർസ് ആൻഡ് ഗാലക്സീസ്, നക്ഷത്രങ്ങളുടെയും അതേപോലെ തന്നെ ഗാലക്സീസിൻ്റെയൊക്കെ പുറകിലുള്ള ആ ഒരു എന്താ പറയുക നിഗൂഢമായിട്ട് രഹസ്യം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെയും ജനനം എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ, കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ തന്നെ ചിന്തകളും ഒബ്സർവേഷൻസും യൂസ് ചെയ്താൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. ദ സ്പീച്ച് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 സെക്ഷൻസ്. ഇതാണ് മെയിനായിട്ടും വരുന്നത്. സ്പീച്ചിനെ 3 ആക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 3 സെക്ഷൻസ് എന്താണെന്ന് കറക്റ്റായിട്ട് ഓർത്ത് വെക്കാൻ ഞാൻ ജസ്റ്റ് ബോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ദ ഫസ്റ്റ് സെക്ഷൻ എക്സ്പ്ലോർസ് ദ ക്വസ്റ്റ്യൻ അബൌട്ട് ദ യൂണിവേഴ്സ് ആൻഡ് ഇറ്റ്സ് ഒറിജിൻ. അപ്പോൾ സ്പീച്ചിൻ്റെ ഫസ്റ്റ് സെക്ഷൻ മെയിനായിട്ടും പോയിന്റ് ചെയ്യുന്നത് എന്തിലേക്കാണ്? ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ യൂണിവേഴ്സ് ആൻഡ് ഇറ്റ്സ് ഒറിജിൻ. പ്രപഞ്ചത്തിൻ്റെ എന്താ പറയുക ഒറിജിൻ, അതിൻ്റെ ഒരു ഉൽപ്പത്തി എവിടെ നിന്നാണ് എന്നതിനെ കുറിച്ചാണ് അദ്ദേഹം മെയിനായിട്ട് ഫസ്റ്റ് സെക്ഷൻ ഓഫ് ഹിസ് സ്പീച്ച് മെയിനായിട്ടും എന്തിലാണ് കൊണ്ടുപോയിട്ടുള്ളത്? ഇത്തരത്തിൽ ആ ഒരു ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കാണ് പോയിട്ടുള്ളത്. ഹോക്കിംഗ് പോയിന്റ്സ് ഔട്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക, ഫസ്റ്റ് സെക്ഷനിൽ ചോദിക്കുന്ന ചോദ്യം അല്ലെങ്കിൽ ഫസ്റ്റ് സെക്ഷനിൽ ഉയർന്നു വരുന്ന ചോദ്യം എന്താണെന്നും അതിന് അദ്ദേഹം കണ്ടെത്തുന്ന സൊല്യൂഷൻ എന്താണെന്നുള്ളതും ഒരുപോലെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ആ ഒരു ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന ഒരു ചോദ്യം എന്താണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു ചോദ്യം എന്താണ്, ആൻസർ കണ്ടുപിടിക്കാൻ പോകുന്ന ചോദ്യം യൂണിവേഴ്സിൻ്റെ ഒറിജിൻ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി അതിന് അദ്ദേഹം കണ്ടെത്തുന്ന സൊല്യൂഷൻ എന്താണെന്ന് പറയാം. Hawking points out how the universe is continuously expanding, contrary to the commonly accepted notion of the universe as static. അതായത് അത്രയും കാലം ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആയിട്ട്, അതായത് മൂവ് ചെയ്യാത്ത നിശ്ചലമായിട്ട് ഇങ്ങനെ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുമല്ലോ. അപ്പം അത്തരത്തിൽ സ്റ്റാറ്റിക്കായി നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ യൂണിവേഴ്സ് എന്നാണ് അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തത്തിന് ശേഷമാണ് എന്ത് തിരിച്ചറിയുന്നത്? യൂണിവേഴ്സ് ഇസ് കണ്ടിന്യൂസ്ലി എക്സ്പാൻഡിങ്. യൂണിവേഴ്സ് എന്ത് ചെയ്യാണ്? തുടർച്ചയായിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്റ്റാറ്റിക്കല്ല, അത് നിശ്ചലമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ അനങ്ങാണ്ട് നിൽക്കുന്ന കാര്യമല്ല യൂണിവേഴ്സ്. മറിച്ച് അതെന്താണ്? കണ്ടിന്യൂസ്ലി എക്സ്പാൻഡിങ് ആണ് എന്നൊരു കണ്ടുപിടുത്തത്തിലേക്കാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. ദ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് ഓൾസോ ഇംപ്ലൈസ് ദാറ്റ് ഇറ്റ് വൺസ് കോൺസെൻട്രേറ്റഡ് ഓൺ എ സിംഗിൾ പോയിന്റ് വിച്ച് ലെഡ് ടു ദ ബിഗ് ബാങ് 15 million years ago. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിംഗിൾ പോയിന്റിൽ നിന്ന്, അതായത് ആക്ച്വലി ഇപ്പോൾ എന്താ പറയുന്നത്, ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്നാൽ കണ്ടിന്യൂസ്ലി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഭാവിയിലേക്ക് എന്താ വരുന്നത്, എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വർഷങ്ങൾക്ക് മുന്നേ അത് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നേരെ ഓപ്പോസിറ്റ് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? എക്സ്പാൻഡിങ് യൂണിവേഴ്സ് ഓൾസോ ഇംപ്ലൈസ് ദാറ്റ് ഇറ്റ് വൺസ് കോൺസെൻട്രേറ്റഡ് ഓൺ എ സിംഗിൾ പോയിന്റ്. ഒരിക്കൽ അത് എങ്ങനെയായിരുന്നു? ജസ്റ്റ് ഒരൊറ്റ സിംഗിൾ പോയിന്റിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരെ ഓപ്പോസിറ്റ് ആലോചിക്കുക, എക്സ്പാൻഡ് ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റും. അപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ജസ്റ്റ് ഒരൊറ്റ സിംഗിൾ പോയിന്റിലായിരുന്നു നമ്മുടെ ഈ ഹോൾ പ്രപഞ്ചം ഉണ്ടായിരുന്നത്. അതിൽ നിന്നും എന്ത് സംഭവിക്കുകയാണ്? 15 million years ago നടന്നിട്ടുള്ള ബിഗ് ബാങ് തിയറി ഒക്കെ പഠിച്ചിട്ടില്ലേ? അതായത് മൊത്തത്തിൽ എന്താ പറയുക, എക്സ്പ്ലോഡ് ചെയ്തിട്ട് അങ്ങനെ ഭയങ്കര പീസുകളായിട്ട് മാറിയിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്. ആദ്യമെല്ലാം ഒരൊറ്റ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സിംഗിൾ പോയിന്റിലായിരുന്നു. അവിടെ നിന്ന് ആ ഒരു വലിയൊരു സ്ഫോടനത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു എന്താ പറയുക എക്സ്പ്ലോഷന് ശേഷമാണ് എന്തുണ്ടായിട്ടുള്ളത്? ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ഗാലക്സീസും കാര്യങ്ങളും സ്റ്റാർസും ഒക്കെ ഉണ്ടായിട്ടുള്ളത് എന്നൊരു തിയറി ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ബിഗ് ബാങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ആ ഒരു സിംഗിൾ പോയിന്റിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രപഞ്ചം ഈ ഒരു 15 million yearsന് മുൻപ് എന്ത് സംഭവിക്കുകയാണ്? ആ ഒരു ബിഗ് ബാങ്ങിൽ കൂടെ എന്ത് സംഭവിക്കുകയാണ്? ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ഗാലക്സീസും സ്റ്റാർസും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറി എന്നാണ് അദ്ദേഹം പറയുന്നത്.
And he explains how one needs to know both the laws governing the initial state of the universe as well as its evolution. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു എന്താ പറയുക മനുഷ്യനും ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് വൺ നീഡ്സ് ടു നോ ബോത്ത് ദ ലോസ് ഗവേണിംഗ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് ദി യൂണിവേഴ്സ് ആസ് വെൽ ആസ് ഇറ്റ്സ് എവല്യൂഷൻ. പ്രപഞ്ചത്തിൻ്റെ തുടക്കം എന്താണെന്നും അതേപോലെ അത് എങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ എവല്യൂഷൻ എങ്ങനെയാണ്, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം എന്താ, നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്തായിരുന്നു എന്നും ഇപ്പോൾ ഉള്ള അതിൻ്റെ കറണ്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അക്കോർഡിംഗ് ടു ഹോക്കിംഗ്, എക്സ്ട്രീം കണ്ടീഷൻസ് മേക്ക് ടൈം ബിഹേവ് ലൈക്ക് സ്പേസ്, അലൗവിങ് ദ യൂണിവേഴ്സ് ടു ക്രിയേറ്റ് ഇറ്റ് സെൽഫ് ഫ്രം നത്തിങ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ആ ഒരു എക്സ്ട്രീം കണ്ടീഷൻസ്, ഏതൊരു സിറ്റുവേഷനിലും ആ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു എക്സ്ട്രീം കണ്ടീഷൻസിൽ നിന്നും എന്ത് സംഭവിക്കാമെന്ന് പറയുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന്, അതായത് നത്തിങ്നെസ്സിൽ നിന്നും എന്തിനു സംഭവിക്കാം, പല സംഭവങ്ങളും ചിലപ്പോൾ ഉണ്ടായി വന്നു എന്ന് വരാം. അതായത് പല സംഭവങ്ങളും എന്ത് ചെയ്തേക്കാം, എമേർജ് ചെയ്ത് വന്നു എന്ന് വരാം. അതിന് പ്രത്യേകിച്ചൊരു കാരണമോ അല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊരു സംഭവം അല്ലെങ്കിൽ എന്താ പറയുക ഒരു മോട്ടീവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു നത്തിങ്നെസ്സിൽ നിന്നും ഒന്നുമില്ലായ്മയിൽ നിന്ന് പോലും പുതിയ സംഭവങ്ങൾ ഉണ്ടായി വന്നേക്കാം. ഇനി പറയുന്നത് രണ്ടാമത്തെ സെക്ഷനാണ് കേട്ടോ. സ്പീച്ചിൻ്റെ രണ്ടാമത്തെ സെക്ഷനിൽ എന്താ പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സെക്ഷനിൽ എന്താ പറയുന്നത്, യൂണിവേഴ്സിൻ്റെ ഒറിജിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ സെക്ഷനിൽ പറയുന്നത് ദ സെക്കൻഡ് സെക്ഷൻ ഡിസ്കസസ് ദ പോസിബിലിറ്റി ഓഫ് ലൈഫ് ബിയോണ്ട് ദ എർത്ത്. ഏർത്തിന് പുറത്തേക്ക് ലൈഫ് ഉണ്ടോ, അതായത് ഭൂമിയുടെ പുറത്ത് ജീവൻ ഉണ്ടോ അല്ലെങ്കിൽ ഭൂമിയുടെ പുറത്ത് ജീവനുള്ള വസ്തുക്കൾ ജീവിക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു സാധ്യതയെക്കുറിച്ചാണ് രണ്ടാമത്തെ സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നത്. ഈവൻ വെൻ വി ക്യാൻ റിഫ്ലക്ട് ഓൺ ദ പ്രസൻസ് ഓഫ് ലൈഫ് ബിയോണ്ട് അവർ പ്ലാനറ്റ്, വി ഹാവ് നോട്ട് റിസീവ്ഡ് എനി കോൺക്രീറ്റ് എവിഡൻസ് ഓഫ് ഏലിയൻ സിവിലൈസേഷൻസ്. അതായത് പല റൂമേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ നിന്നൊക്കെ നമ്മൾ അന്യഗ്രഹ ജീവികളെ കണ്ടു, അവരുടെ നിഴൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നമുക്ക് കറക്റ്റായിട്ട് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള തെളിവുകളും അത് നമുക്ക് കിട്ടിയിട്ടില്ല. അതായത് ഏലിയൻസ് ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭൂമിക്ക് പുറത്ത് ജീവനുണ്ട് എന്ന് കണ്ടെത്തുന്ന തരത്തിലുള്ള യാതൊരു തെളിവുകളും നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. Despite searches conducted by organizations such as SCTI, scientists do not possess any relevant data suggesting the possibility of life within a few light years. അപ്പോൾ വല്ലപ്പോഴും വളരെ എന്താ പറയുക ചെറിയ എന്താ പറയുക സാഹചര്യങ്ങളിൽ മാത്രം വളരെ കുറച്ച് റൂമേഴ്സ് ഇത്തരത്തിൽ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറയുന്നതല്ലാതെ കുറേ വർഷങ്ങൾക്ക് മുൻപ് വരെ നമ്മളിപ്പോൾ നമ്മുടെ ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെൻഷൻസും കാര്യങ്ങളും ഒരുപാട് തരത്തിൽ പുരോഗമിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള യാതൊരു ഡാറ്റയും ഇത്തരത്തിൽ എന്താ പറയുക ഭൂമിക്ക് പുറത്ത് ജീവനുണ്ട് എന്നുള്ള രീതിക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു സയൻറ്റിസ്റ്റിനും അത്തരത്തിലൊരു കണ്ടുപിടുത്തത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് കൃത്യമായിട്ട് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ അവിടെ തന്നെയായി. അതുകൊണ്ട് ഭൂമിക്ക് പുറത്ത് ജീവൻ ഉണ്ടോ എന്നായിരുന്നു രണ്ടാമത്തെ ചോദ്യം, അതായത് പോസിബിലിറ്റി ഓഫ് ലൈഫ് ബിയോണ്ട് എർത്ത്. അപ്പോൾ അതിനുള്ള സൊല്യൂഷനായിട്ട് അദ്ദേഹം എന്താണ് പറയുന്നത്, ഇതുവരെ അത്തരത്തിൽ സയൻറ്റിഫിക്കലി യാതൊരു കാര്യവും കറക്റ്റ് പ്രൂഫായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, പുറത്ത് ജീവൻ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. The final part of this talk ponders over the future of humankind. ഇപ്പോൾ ഫൈനൽ സെക്ഷൻ എന്താണ് പറയുന്നത്, തേർഡ് പോയിന്റ് ആണ് ഫ്യൂച്ചർ ഓഫ് ഹ്യൂമൻ കൈൻഡ്, മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സജസ്റ്റിംഗ് ദാറ്റ് അവർ സർവൈവൽ മൈറ്റ് റിക്വയർ അസ് ടു എക്സ്പാൻഡ് ഇൻ ടു സ്പേസ്. അപ്പോൾ അദ്ദേഹം വളരെ എന്താ പറയുക കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് ഒറിജിനൽ മാനുസ്ക്രിപ്റ്റിൽ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്, നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ സയൻറ്റിഫിക്കലി നമ്മൾ ഇമ്പ്രൂവ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ എന്ത് ചെയ്യും, അതിനെയൊക്കെയും തരണം ചെയ്യാനുള്ള കഴിവ് നമ്മളിലുണ്ട്. പക്ഷേ ആ ഒരു കഴിവനുസരിച്ച് നമുക്ക് ചിലപ്പോൾ എന്തിന് സാധിച്ചോളണമെന്നില്ല, ഭൂമിയിൽ ജീവിക്കാൻ സാധിച്ചോളണമെന്നില്ല. കാരണം എന്താ പറയുക പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതിനനുസരിച്ച് നമ്മൾ ചൂഷണം ചെയ്യുന്ന രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും മനുഷ്യന്മാർക്ക് മേ ബി ഫ്യൂച്ചറിൽ എന്തിന് സാധിക്കില്ല, ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. പക്ഷേ മനുഷ്യൻ്റെ കഴിവുകൾ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, സർവൈവ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് എവിടെയായിരിക്കും, ഭൂമിക്ക് പുറത്തായിരിക്കും. മറ്റുള്ള ഗ്രഹങ്ങളിലോ കാര്യങ്ങളിലോ ഒക്കെ പോയിട്ട് നമുക്ക് ചിലപ്പോൾ സർവൈവ് ചെയ്യേണ്ട സിറ്റുവേഷനിലേക്ക് വന്നേക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സജസ്റ്റിംഗ് ദാറ്റ് അവർ സർവൈവൽ മൈറ്റ് റിക്വയർ ആസ് ടു എക്സ്പാൻഡ് ഇൻ ടു സ്പേസ്. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമുക്ക് ചിലപ്പോൾ എങ്ങോട്ട് പോകേണ്ടി വരും, സ്പേസിലേക്ക് പോകേണ്ടതായിട്ട് വരാനുള്ള സാധ്യത അദ്ദേഹം ഫ്യൂച്ചർ ഓഫ് മാൻ കൈൻഡിൽ കാണുന്നുണ്ട്. ഹി കൺക്ലൂഡ്സ് ബൈ ഹൈലൈറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടിന്യൂഡ് എക്സ്പ്ലോറേഷൻ. അപ്പോൾ കണ്ടിന്യൂഡ് എക്സ്പ്ലോറേഷൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ടും പറയേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. ആ ഒരു സ്പീച്ചിൻ്റെ 3 സെക്ഷൻസ് ആണ്. ഫസ്റ്റ് സെക്ഷൻ എന്താ പറയുന്നത്, ഹി ക്വസ്റ്റ്യൻസ് അബൌട്ട് ദി യൂണിവേഴ്സ് ആൻഡ് ഇറ്റ്സ് ഒറിജിൻ. യൂണിവേഴ്സ് എന്താണ്, അതിൻ്റെ ഒറിജിൻ എന്താണ്, അതിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്. അപ്പോൾ അതിലെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു സിംഗിൾ പോയിന്റിൽ നിന്നും ആ ഒരു ബിഗ് ബാങ്ങിന് ശേഷം 15 മില്യൺ ഇയേഴ്സ് എഗോ എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്, അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇന്ന് വരെയും എന്താണ് ആ ഒരു പ്രപഞ്ചം എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ
ചോദ്യത്തിനുള്ള സൊല്യൂഷൻ. ഇനി രണ്ടാമത് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പോസിബിലിറ്റി ഓഫ് ലൈഫ് ബിയോണ്ട് ദ എർത്ത്, എർത്തിന് പുറത്ത് ജീവൻ ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് സൊല്യൂഷനായിട്ട് അദ്ദേഹം എന്താണ് പറയുന്നത്? അതായത് എർത്തിന് പുറത്ത് ജീവൻ ഉണ്ട് എന്നുള്ള രീതിക്ക് പ്രോപ്പറായിട്ടൊരു തെളിവുകളും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് വിശ്വസിക്കാൻ പറ്റില്ല? എർത്തിന് പുറത്ത് ജീവൻ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ ലാസ്റ്റ് സെക്ഷൻ എന്തായിരുന്നു? ഫ്യൂച്ചർ ഓഫ് ഹ്യൂമൻ കൈൻഡ്, മനുഷ്യൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്? മനുഷ്യന്മാർ അവരെവിടെ പോയാലും അവർ നിലനിൽക്കും, അവർക്ക് നിലനിൽപ്പിനൊന്നും പ്രശ്നം സംഭവിക്കില്ല. പക്ഷേ ഭൂമിയിൽ നിലനിൽക്കുക എന്നത് ഭാവിയിൽ ചിലപ്പോൾ പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ചിലപ്പോൾ നമുക്ക് സ്പേസിലോ വേറെ എന്താ പറയുക വേറെ ഗ്രഹങ്ങളിലോ ഒക്കെ പോയിട്ട് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് പുറത്ത് ഔട്ട് ഓഫ് എർത്ത് ആവാനുള്ള സാധ്യതയാണ് അദ്ദേഹം കാണുന്നത്. ഈ 3 പോയിന്റ്സും അതിൻ്റെ അതേപോലെ തന്നെ സൊല്യൂഷൻസും കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. താങ്ക്